നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തീരുമാനിച്ചത് തന്നെ. അതാണ് ട്രംപ്. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ടാരിഫുകൾ പിൻവലിക്കാനാവില്ല എന്ന് ട്രംപ് തീർത്തു പറഞ്ഞു. ആ ടാരിഫുകൾ ഇപ്പോൾ നിലവിൽ വന്നു. കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് 25% ടാരിഫാണ് ഇപ്പോൾ ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% അധിക ടാരിഫും. ഫെബ്രുവരി ആദ്യ ആഴ്ചയിലാണ് ഈ പ്രഖ്യാപനം നടത്തിയതെങ്കിലും പിന്നീട് 30 ദിവസത്തേക്ക് തൻ്റെ നടപടികൾ ട്രംപ് നിർത്തിവെച്ചിരുന്നു. മാർച്ച് 4-ാം തീയതി ഇവ പ്രാബല്യത്തിൽ വന്നു. മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വളരെ ഉയർന്ന അളവിൽ അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് എത്തുന്നു എന്നാണ് ഇതിന് ട്രംപ് കാരണം പറയുന്നത്. എന്നാൽ ട്രംപിൻ്റെ ലക്ഷ്യം വേറെയാണ്. ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച അമിത തീരുവകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് കാനഡ വ്യക്തമാക്കി. മെക്സിക്കോയും സമാനമായ നിലപാട് കൈക്കൊണ്ടു. $107 മില്യൺ US ഉൽപ്പന്നങ്ങൾക്ക് പകരം തീരുവ ചുമത്തുമെന്നാണ് ഇപ്പോൾ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞിരിക്കുന്നത്. ട്രംപ് ഭരണകൂടം അമിത തീരുവ പദ്ധതികളുമായി മുന്നോട്ട് പോയാൽ ചൊവ്വാഴ്ച മുതൽ $3000 കോടി കനേഡിയൻ വിലമതിക്കുന്ന US ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ ചുമത്തുമെന്ന് കാനഡ പ്രഖ്യാപിച്ചു. $12,500 കോടി കനേഡിയൻ US ഉൽപ്പന്നങ്ങൾക്ക് പകരം ചുമത്തുന്ന ശേഷിക്കുന്ന ടാരിഫുകൾ 21 ദിവസത്തിനുള്ളിൽ ഈടാക്കുമെന്നും കാനഡ വ്യക്തമാക്കി. US വ്യാപാര നടപടി പിൻവലിക്കുന്നതുവരെ തീരുവകൾ നിലനിൽക്കും. US തീരുവകൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ മറ്റു തീരുവ ഇതര നടപടികളുമായി മുന്നോട്ടു പോകും. ട്രംപിന്റെ ടാരിഫ് പ്രഹരത്തെ നേരിടാൻ തങ്ങൾ ശക്തമായ മാർഗങ്ങൾ അവലംബിക്കുമെന്ന് മെക്സിക്കോയും വ്യക്തമാക്കി കഴിഞ്ഞു. ഞങ്ങൾക്ക് പ്ലാൻ ബി, സി, ഡി എന്നിവയൊക്കെ പക്കലുണ്ട്. അനധികൃത കുടിയേറ്റവും മയക്കുമരുന്ന് കടത്തും തടയാൻ കാനഡയും മെക്സിക്കോയും വേണ്ടത്ര നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് ട്രംപ് തുടർച്ചയായി ആക്ഷേപിക്കുന്നു. എന്നാൽ ട്രംപിൻ്റെ മനസ്സിലുള്ള പദ്ധതി അത് വേറെ തന്നെ. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ ചുമത്തിയ തീരുവകൾ ഒഴിവാക്കാനാവില്ല എന്ന് ട്രംപ് തീർത്തു പറഞ്ഞു. പകരം ഇരു രാജ്യങ്ങളും പുതിയ ടാരിഫുകളുമായി രംഗത്ത് വരുമ്പോൾ അത് ബാധിക്കുന്നത് സാധാരണ ജനങ്ങളെയാണ്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങളിലേക്ക് അമേരിക്കയും കാനഡയും ഒക്കെ കൂപ്പുകുത്തുമോ? ചൈനയിൽ നിന്ന് അമേരിക്ക വൻതോതിൽ ഇറക്കുമതി നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പുതിയ ടാരിഫുകൾ ഏർപ്പെടുത്തുമ്പോൾ ആത്യന്തികമായി അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത് അമേരിക്കൻ ജനത തന്നെയല്ലേ? ഇവിടെ നമ്മൾ ഈ ടാരിഫുകൾ എന്താണ്, ഇതെങ്ങനെ ഒരു സാമ്പത്തിക സംവിധാനത്തെ ബാധിക്കും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു രാജ്യത്ത് നിന്ന് വരുന്ന സാധനങ്ങൾക്ക് ചുമത്തുന്ന നികുതിയാണ് ടാരിഫ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സാധാരണയായി ഇറക്കുമതി മൂല്യത്തിൻ്റെ 1% ക്രമീകരിച്ചിരുന്ന ടാരിഫുകൾ ഇന്ന് ഓരോ രാജ്യങ്ങളും തങ്ങളുടെ തോന്നിയപടി ഈടാക്കുന്നു. വിമാനത്താവളങ്ങൾ, റെയിൽവേകൾ, റോഡുകൾ, തുറമുഖങ്ങൾ എന്നിവയുൾപ്പെടെ ഇറക്കുമതി സ്വീകരിക്കുന്നതിനായി കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ നിയുക്തമാക്കിയ 328 US പ്രവേശന കവാടങ്ങളിലാണ് ഇനി യഥാർത്ഥ ഇടപാടുകൾ നടക്കുക. ലോകം ഇപ്പോൾ നീങ്ങുന്നത് പുതിയ യുദ്ധത്തിലേക്കാണ്, ലോക വാണിജ്യ യുദ്ധത്തിലേക്ക്. ടാരിഫ് യുദ്ധമെന്ന ഓമന പേരിലും ഇതറിയപ്പെടും. ഇനിയുള്ള കാലം വാണിജ്യ മേഖലകൾ വെട്ടിത്തുറക്കാനുള്ള പുതിയ യുദ്ധത്തിൻ്റെ തന്ത്രങ്ങളാവും നമ്മൾ കാണുക. അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളിന്മേലുള്ള നികുതികൾ ആ സർക്കാരിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സായിരുന്നു. എന്നാൽ കാലം മാറി ഇന്ന് അമേരിക്കയുടെ പ്രധാന വരുമാന സ്രോതസ് അവരുടെ തന്നെ ആദായ നികുതിയാണ്. ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ടാരിഫുകൾ US എക്കോണമിയെ എങ്ങനെ ബാധിക്കും? പ്രതികൂലമായി ബാധിക്കുമെന്ന് ഒരു കൂട്ടർ പറയുന്നു. എന്നാൽ US എക്കോണമിയെ ഇത് ഉണർത്തുമെന്നാണ് മറ്റൊരു കൂട്ടരുടെ വാദം. അമേരിക്കയിലെ ആഭ്യന്തര ഉൽപ്പാദകർ ഇനി കൂടുതൽ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ തന്നെ സൃഷ്ടിക്കുമെന്ന് ഭരണകൂടം പ്രതീക്ഷിക്കുന്നു. എന്നാൽ ലോകക്രമത്തിലെ അവരുടെ മത്സരബുദ്ധി ഇതുമൂലം നഷ്ടപ്പെടുമെന്ന് വാദിക്കുന്നവരുമുണ്ട്. നികുതി വരുമാനത്തിൻ്റെ പ്രധാന സ്രോതസ്സുകളിലൊന്നായി ഇപ്പോൾ ടാരിഫുകളെ ട്രംപ് നോക്കിക്കാണുന്നു. ഇത് ഉപഭോക്തൃ വിലവർദ്ധനവിന് കാരണമാകുമെന്ന് ജനങ്ങൾ ഭയക്കുന്നു. വലിയ തോതിൽ തൊഴിലില്ലായ്മ ഇതുമൂലം സൃഷ്ടിക്കപ്പെടുമോ? ഉൽപ്പാദനത്തിനുള്ള ഇൻപുട്ടായി ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളെ ആശ്രയിക്കുന്ന വലിയൊരു വിഭാഗം ഉൽപ്പാദകരുണ്ട് അമേരിക്കയിൽ. എന്നാൽ ട്രംപ് തന്ത്രപരമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കളിയാണ് ടാരിഫ് യുദ്ധത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് ചില സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ഇത് US-ൻ്റെ സാമ്പത്തിക അന്തർദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രധാന ഉപാധിയാണ്. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഒരു ഉയർന്ന ടാരിഫ് നിരക്ക് എത്രമാത്രം യാഥാർത്ഥ്യമാക്കാൻ അമേരിക്കയ്ക്ക് കഴിയും? താഴ്ന്ന വരുമാനക്കാരായ കുടുംബങ്ങൾക്ക് തങ്ങളുടെ നിത്യച്ചെലവുകൾ കൂടുന്നത് എത്രമാത്രം സഹിക്കാൻ കഴിയും? ഇവിടെയാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ചില ദീർഘവീക്ഷണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില കണക്കുകൾ പരിശോധിക്കുമ്പോൾ ട്രംപ് എന്തുകൊണ്ടാണ് ഇത്തരമൊരു ടാരിഫ് യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാകും.
2024 ചൈനയിൽ നിന്ന് അമേരിക്ക ഇറക്കുമതി ചെയ്തത് ഏകദേശം $438.9 ബില്യൺ സാധനങ്ങളാണ്. എന്നാൽ തിരികെ അമേരിക്ക ചൈനയിലേക്ക് കയറ്റുമതി ചെയ്തത് വെറും $143.5 ബില്യൺ ഉൽപ്പന്നങ്ങൾ മാത്രം. ഇവിടെ വലിയ തോതിൽ ട്രേഡ് ബാലൻസ് നിൽക്കുന്നു. ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഈ കച്ചവടത്തിൻ്റെ ബാക്കി പത്രം ചൈനയ്ക്ക് അധികമായി ലഭിക്കുന്ന $295 ബില്യൺ ആണ്. ലോകത്തിൻ്റെ 1/3 ട്രേഡിംഗ് കറണ്ട് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ഇടപാടിൽ. ഇതിൽ നഷ്ടം അമേരിക്കയ്ക്ക് തന്നെയെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നാം. ഇതിന് സമാനമാണ് കാനഡയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ഇടപാടുകൾ. കാനഡ അമേരിക്കയിലേക്ക് $590.8 ബില്യൺ ഉൽപ്പന്നങ്ങളാണ് കയറ്റി അയക്കുന്നത്. എന്നാൽ അമേരിക്ക തിരികെ കാനഡയിലേക്ക് അയക്കുന്നതോ $488.6 ബില്യൺ ഉൽപ്പന്നങ്ങൾ മാത്രം. ഇവിടെയും നഷ്ടം അമേരിക്കയ്ക്ക്. $102.2 ബില്യൺ വ്യാപാര മിച്ചമാണ് കാനഡയ്ക്കുള്ളത്. മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് ഏകദേശം $505.9 ബില്യൺ ഉൽപ്പന്നങ്ങൾ. എന്നാൽ തിരികെ മെക്സിക്കോയിലേക്ക് അമേരിക്ക കയറ്റുമതി ചെയ്യുന്നത് വെറും $334 ബില്യൺ ഉൽപ്പന്നങ്ങൾ. ചുരുക്കത്തിൽ മെക്സിക്കോയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ഇടപാടിലും നഷ്ടം അമേരിക്കയ്ക്ക് തന്നെ. $171.9 ബില്യൺ. വരും കാലങ്ങളിൽ ലോകക്രമം മാറുമെന്ന് ട്രംപിന് വ്യക്തമായി അറിയാം. ഇവിടെയാണ് ചൈനയുടെ കുതിപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമേരിക്കയുടെ വാർഷിക GDP $30.34 ട്രില്യൺ ആണ്. ചൈനയുടേത് വെറും $19.53 ട്രില്യൺ. എന്നാൽ അമേരിക്കയുടെ വാർഷിക വളർച്ച വളരെ പിന്നിലാണ്. 2.2% മാത്രം. ചൈന 4.5% കുതിക്കുന്നു. ഇവിടെ നമ്മൾ ഇന്ത്യയുടെ GDPയുടെ കണക്കെടുത്ത് നോക്കണം. $4.27 ട്രില്യൺ മാത്രമാണ് ഇന്ത്യയുടെ GDP. എന്നാൽ ഇന്ത്യയുടെ GDP വളർച്ച 6.5%. കാനഡയുടെ വളർച്ച 2.4%. ബ്രസീലിൻ്റേത് 2.2%. ജർമ്മനിയുടെ GDP $4.92 ട്രില്യൺ എന്നാൽ അവരുടെ വളർച്ച 0.8% മാത്രം. ജനസംഖ്യാനുപാതികമായി ഓരോ വ്യക്തിഗത GDP നമ്മൾ തുലനം ചെയ്യുമ്പോൾ അമേരിക്കക്കാർ തന്നെയാണ് ഏറ്റവും സമ്പന്നർ. ഓരോ അമേരിക്കക്കാരൻ്റെയും വാർഷിക GDP $89,000. ചൈനക്കാരൻ്റേത് $13,000. ജർമ്മൻകാരന് $57,000. ജനസംഖ്യാക്രമത്തിൽ പരിശോധിക്കുമ്പോഴാണ് അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഒരു രാജ്യത്തിൻ്റെ മൊത്തം GDP കണക്ക് കൂട്ടുമ്പോൾ ചൈന കുതിക്കുകയാണ്. ഒരുപക്ഷെ വരും കാലങ്ങളിൽ അമേരിക്കയ്ക്കൊപ്പമോ അതിലപ്പുറമോ ചൈന എത്തും എന്ന ഭയം ഡൊണാൾഡ് ട്രംപിനുണ്ട്. അതിനൊരു തടയിടേണ്ടിയിരിക്കുന്നു. ചൈനയുടെ ഏറ്റവും വലിയ കയറ്റുമതി രാജ്യമാണ് അമേരിക്ക. 2023 $501 ബില്യൺ കയറ്റുമതിയാണ് ചൈന അമേരിക്കയിലേക്ക് നടത്തിയത്. ഹോങ്കോങ്ങിലേക്കുള്ളത് $270 ബില്യൺ കയറ്റുമതി. പിന്നെ ജപ്പാനിലേക്ക് $157.5 ബില്യൺ കയറ്റുമതി. ഇതൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ അമേരിക്കൻ വിപണി വേണ്ട എന്ന് വയ്ക്കാൻ ചൈനയ്ക്ക് കഴിയില്ല. അത് ചൈനയുടെ GDP വളർച്ചയെ ബാധിക്കും. ചൈനയും കാനഡയും മെക്സിക്കോയും ഒക്കെ നമ്മൾ കണക്കിലെടുത്ത് പരിശോധിക്കുമ്പോൾ ഇവിടെയൊക്കെ വ്യാപാര കമ്മി അമേരിക്കയ്ക്ക് നിൽക്കുന്നു. ഇതുതന്നെയാണ് ടാരിഫ് ഏർപ്പെടുത്തുക വഴി ട്രംപ് ലക്ഷ്യം വെക്കുന്നത്. ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിയും തിരികെ ചൈനയിലേക്ക് അമേരിക്ക നടത്തുന്ന കയറ്റുമതിയും തുലനം ചെയ്യുമ്പോൾ $295 ബില്യൺ ലാഭമാണ് ചൈനയ്ക്കുള്ളത്. ടാരിഫ് ഏർപ്പെടുത്തുക വഴി നേട്ടം കിട്ടുക അമേരിക്കയ്ക്കെന്ന് ട്രംപിന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ചില മർക്കടപുഷ്ടി പറയുക എന്നല്ലാതെ ചൈനയ്ക്ക് ട്രംപിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാനഡയ്ക്കും മെക്സിക്കയ്ക്കുമൊക്കെ സമാനമായ സാഹചര്യമാണ്. എന്നാൽ ഈ സാഹചര്യം മുതലെടുക്കാൻ ഇന്ത്യ ശ്രമിച്ചാൽ അത് ഇന്ത്യക്ക് ഒരു സുവർണ കാലഘട്ടം ഒരുക്കൽ ആകും. ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് വെറും $77.5 ബില്യൺ ഉൽപ്പന്നങ്ങൾ. തിരികെ ഇന്ത്യയിലേക്ക് അമേരിക്ക കയറ്റുമതി ചെയ്യുന്നത് $40.7 ബില്യൺ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ ട്രേഡിൻ്റെ മിച്ചവും ഇന്ത്യക്ക് തന്നെയാണ്, $37.7 ബില്യൺ. അതുകൊണ്ട് തന്നെ അമേരിക്കയോട് ടാരിഫ് യുദ്ധം പ്രഖ്യാപിച്ച് ചൈനയ്ക്കും കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമൊന്നും അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇത് വ്യക്തമായി ട്രംപിനും അറിയാം. അമേരിക്കയിൽ നിന്നുള്ള ചില ഇറക്കുമതികൾക്ക് 10 മുതൽ 15% വരെ അധിക തീരുവ ചുമത്തുമെന്നാണ് ഇപ്പോൾ ചൈനീസ് ധനകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത്. മാർച്ച് 10 മുതൽ ഇത് നിലവിൽ വരും. ചിക്കൻ, ഗോതമ്പ്, ചോളം, പരുത്തി എന്നിവയുൾപ്പെടെ അമേരിക്കയിൽ നിന്ന് എത്തുന്ന പ്രധാന ഇറക്കുമതികൾക്ക് താരിഫ് ബാധകമാക്കും. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു താരിഫ് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു.
പക്ഷേ ഇവിടെ അമേരിക്കയ്ക്ക് തന്നെയാണ് മേൽക്കൈ എന്ന് കണക്കുകൾ നമ്മോട് പറഞ്ഞു തരുന്നു. US കോഴി, ഗോതമ്പ്, ചോളം, പരുത്തി എന്നിവയുടെ ഇറക്കുമതിക്ക് 15% അധിക താരിഫ് നേരിടേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ചൈനീസ് ധനമന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. സോയാബീൻ, പന്നിയിറച്ചി, ബീഫ്, കടൽ വിഭവങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവയിൽ ടാരിഫ് 10% വർദ്ധിപ്പിക്കും. ട്രംപിൻ്റെ ആദ്യ ടേമിൽ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് കനത്ത തോതിൽ ടാരിഫ് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ജോ ബൈഡൻ ഭരണകൂടം അധികാരത്തിലേറിയതിന് തൊട്ടു പിന്നാലെ ഈ അധിക ടാരിഫുകൾ പിൻവലിച്ചു. ചൈനയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ വളരെ വില കുറഞ്ഞ രീതിയിൽ ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെ നിരവധി US കമ്പനികൾ ചൈനയിൽ തങ്ങളുടെ കമ്പനികൾ ആരംഭിച്ചിട്ടുണ്ട്. അവ US തന്നെ പറിച്ചു നടുമെന്ന പ്രതീക്ഷയാണ് ട്രംപിനുള്ളത്. അമേരിക്ക കൂടുതൽ ഉൽപ്പാദനക്ഷമതയുള്ളതാവണം, ഉയർന്ന GDP വളർച്ച കൈവരിക്കണം. ഇതാണ് ട്രംപിൻ്റെ കണക്കുകൂട്ടൽ. അല്ലെങ്കിൽ വരും കാലങ്ങളിൽ അമേരിക്കയുടെ ആ സാമ്പത്തിക അധീശത്വം അവസാനിക്കുമെന്ന കണക്കുകൂട്ടൽ ട്രംപിന് മുന്നിലുണ്ട്. ഇനിയുള്ള കാലം വ്യാപാര യുദ്ധത്തിലൂടെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തിമത്താക്കുക, അതുതന്നെയാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. പറയുന്നത് ചെയ്യുന്ന ട്രംപ് ഇപ്പോൾ കൂടുതൽ കരുത്തനാവുന്ന കാഴ്ചയാണ് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ. അതുകൊണ്ട് തന്നെ ഈ ടാരിഫ് യുദ്ധം ആത്യന്തികമായി ട്രംപിൻ്റെ വിജയത്തിൽ തന്നെ അവസാനിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരും പ്രവചിക്കുന്നത്. കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.